ഹലോ. ഹലോ രാകേഷ് ചേട്ടാ, ഒരു രണ്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. പറയ്. അത് നിർമ്മാതാക്കളുടെ സംഘടന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ആ ഇപ്പോ ഒരു വാർത്ത വരുന്നുണ്ട്. നിലവിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകുന്നതിന്റെ ഇടയിൽ ഒരു ചാനലിൽ വാർത്ത വരുന്നു, ആന്റണി പെരുമ്പാവൂരിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ നിർമ്മാതാക്കളുടെ സംഘടന ഒരുങ്ങുന്നു. അത്തരമൊരു വാർത്തയുണ്ടോ? എന്താണ്? അങ്ങനെ ഒരു വാർത്തയില്ല. ഞാൻ ആ റിപ്പോർട്ടർ ടിവിയിൽ വിളിച്ച് സംസാരിച്ചിരുന്നതാണ്. അത് മാറ്റണമെന്ന് പറഞ്ഞ കാര്യം അത് ഞങ്ങളൊക്കെ ഒരു തീരുമാനം എടുത്താലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഒരാളിന്റെ അടുത്ത് നിങ്ങളുടെ സംഘടനാ കാര്യങ്ങൾ നിങ്ങൾക്കും കുറച്ചറിയാവുന്ന ആളാണല്ലോ. ഒരാൾക്കൊരു നോട്ടീസ് കൊടുക്കണമെങ്കിൽ ഒരാൾ എങ്ങനെയാണ് അത് കമ്മിറ്റി കൂടിയല്ലേ തീരുമാനിക്കാൻ പറ്റും. അങ്ങനെയാണ് തീരുമാനിക്കുള്ളൂ. അത്രേ ഉള്ളൂ. അതാണ് എന്റെ അറിവിൽ. അങ്ങനത്തെ തീരുമാനമില്ല. സെക്രട്ടറിയാണ് ഞാൻ. അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാം. ഇനി കമ്മിറ്റി കൂടി അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകാൻ സാധ്യത വല്ലതും ഉണ്ടോ? കമ്മിറ്റി അതെങ്ങനെയാണ് ഇപ്പൊ എങ്ങനെ ഉണ്ടാവുമെന്ന്, എന്ത് തീരുമാനം ഉണ്ടാവുമെന്ന് എങ്ങനെ പറയാൻ പറ്റും? ആരെങ്കിലും പറഞ്ഞാൽ ആലോചിച്ചല്ലേ തീരുമാനം എടുക്കാനുള്ളൂ. അങ്ങനെ ഒരു ആലോചനയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് യോഗം ചേർന്നതിന് ശേഷം അങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുക്കാൻ ഉള്ളൂ. അത്രേ ഉള്ളൂ. അങ്ങനെയല്ല, ഞാനിപ്പോ ഈ ഒരു കേസിലല്ല, ഏത് കേസിലായാലും ഇങ്ങനെയുള്ള ഒരു വിഷയം വരുമ്പോ അങ്ങനെ കമ്മിറ്റി കൂടിയല്ലേ. നിങ്ങൾ ഇതൊക്കെ ഈ എല്ലാ സംഘടനകളിലും ആളുകളുമായിട്ട് ബന്ധമുള്ളതല്ലേ, നിങ്ങൾക്ക് അറിയാനുള്ള കാര്യമല്ലേ. അങ്ങനെയല്ലേ ചെയ്യാറുള്ളൂ. അതെ, ചെയ്യുള്ളൂ. കമ്മിറ്റി കൂടിയല്ലേ തേനല്ലേ വാല്യൂ ഉള്ളൂ. അതെ, തീരുമാനം എടുക്കാനായിട്ട്. അപ്പൊ ആ വാർത്ത അടിസ്ഥാനരഹിതമാണ്. അടിസ്ഥാനരഹിതമാണ് ആ വാർത്ത. അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല. ഞങ്ങളെ ആർക്കും അറിയാനും അറിയാൻ മേല. നിലവിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു മുന്നോട്ട്. പ്രശ്നങ്ങൾ ഞങ്ങൾ അങ്ങനെ പരിഹരിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലല്ലോ. പ്രശ്നങ്ങൾ കിടക്കുകയല്ലേ. ഗവൺമെന്റിന്റെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഇവരുമായിട്ടൊക്കെ സംസാരിക്കണം. അതിന്റെ പൈസ ഈ കോസ്റ്റ് കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. അതൊക്കെ എത്തണം. അതാണല്ലോ ഞങ്ങളുടെ മെയിൻ പ്രശ്നം. അല്ലാതെ മറ്റൊന്നും അല്ലല്ലോ ഞങ്ങളുടെ മെയിൻ കാര്യം. നിങ്ങൾ പറഞ്ഞേക്കുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെയാണല്ലോ. അതിന്റെ പ്രശ്നങ്ങൾ പരിഹാരമായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങളുമായിട്ടുള്ള മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ തന്നെയാണ്. സംശയമൊന്നുമില്ലല്ലോ. അതിനകത്തൊന്നും ഒരു കാര്യങ്ങളിലും മാറ്റമില്ലല്ലോ. ഒരു കാര്യം പറ്റുമായിട്ട് മുമ്പോട്ട് പോകും. അതിനകത്തുള്ള കാര്യം അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടാണല്ലോ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയെടുത്തൊരു തീരുമാനം. അങ്ങനെ മാറ്റാൻ പറ്റുന്നതാണോ? അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തെ കുറിച്ചുള്ള അടുത്ത കാര്യങ്ങൾ അടുത്ത മീറ്റിങ്ങുകളിലൊക്കെ ചർച്ച ചെയ്യും. ചേംബറിന്റെ മീറ്റിംഗ് 24-ാം തീയതി ഉണ്ടല്ലോ, അതിൽ ഈ ചർച്ചകൾ വരുമോ? സ്വാഭാവികമായിട്ടും ചേംബറിനകത്ത് തിയേറ്ററുകാരുണ്ട്, പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. എന്തെങ്കിലും ചർച്ചകൾ വരും. എന്തായാലും ചർച്ച അജണ്ടയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ചർച്ച ഉണ്ടാവുമല്ലോ. സ്വാഭാവികമാണ്. ആന്റണി പെരുമ്പാവൂരും നിങ്ങളുടെ സംഘടനയുടെ ഭാഗമാണ്. സുരേഷ് കുമാർ നിങ്ങളുടെ വൈസ് പ്രസിഡന്റാണ്, സംഘടന ഭാഗമാണ്. ഇവരുള്ള പ്രശ്നങ്ങളെല്ലാം ഒരു ടേബിളിൽ ചുറ്റുവരുന്നാൽ തീർക്കാവുന്ന പ്രശ്നങ്ങളുള്ളൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ എല്ലാ വാർത്തകളില് നിങ്ങൾ പറയുന്നുണ്ട് അവരുടെ ആൾക്കാരും പറയുന്നുണ്ട് നാഥനില്ല കളരിയാണെന്ന് ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ്, ഇപ്പൊ പ്രസിഡന്റ് ചാർജുള്ള സുരേഷ് കുമാർ പറഞ്ഞതായിട്ട്. അങ്ങനെ എവിടെങ്കിലും നിങ്ങളുടെ വാർത്തയിൽ ഒന്ന് കാണിക്കാമെങ്കിൽ ഞങ്ങളത് അംഗീകരിക്കാം. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. നിങ്ങളെല്ലാവരും അത് ഫുള്ള് ഷൂട്ട് ചെയ്തതാണ്. ഫുൾ ഷൂട്ട് ചെയ്ത റെക്കോർഡ്സ് എല്ലാ ചാനലിലും ഉണ്ട്. എനിക്ക് തോന്നുന്നു അമ്മയുടെ ആൾക്കാർ തന്നെയാണെന്ന് തോന്നുന്നു ആദ്യം അത് പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കളുടെ കയ്യിലും അതിന്റെ റെക്കോർഡ്സ് ഉണ്ടാവുമല്ലോ, ഷൂട്ട് ചെയ്തതുണ്ടല്ലോ. അങ്ങനെ എവിടെയെങ്കിലും കാണിക്കാമോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വാർത്താ സമ്മേളനം തുടങ്ങിയതിനു ശേഷമാണ് വന്നത്. അതിനു മുമ്പ് ഞാൻ വരുമ്പോൾ അമ്മയെ കുറിച്ച് ചോദിച്ചപ്പോൾ സുരേഷ് കുമാർ പറഞ്ഞ മറുപടി അമ്മയിൽ ഒരു ഭരണസമിതി ഇല്ല, അത്തരം ആളുകളില്ല, അതുകൊണ്ട് അമ്മയെ ഞങ്ങൾ വിളിച്ചിട്ടില്ല, അമ്മയോട് ആരോട് സംസാരിക്കുമെന്ന ചോദ്യമാണ് എന്റെ അടുത്ത് ഉയർത്തിയത്. അതിനു മുമ്പ് പറഞ്ഞു നാഥനില്ല കളരി എന്നൊരു വാക്ക് ഉപയോഗിച്ചോന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. അവിടെ അമ്മയിൽ ആളില്ല, അമ്മയ്ക്ക് ഒരു ഭരണസമിതി ഇല്ല എന്നാണ് സുരേഷ് കുമാർ അന്ന് പറഞ്ഞത് എന്റെ ചോദ്യത്തിന് മറുപടി. എന്നാൽ വാർത്താ സമ്മേളനം വാർത്താ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുതൽ അവസാനം വരെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഞാൻ. അതിനകത്ത് അമ്മയുടെ കാര്യം ആകെ ചോദിച്ച ഒരു വ്യക്തി താങ്കളാണ്. താങ്കളാണ് ആദ്യമായി അമ്മ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കുന്നത്. വേറെ ഒരാളും ചോദിച്ചിട്ടില്ല. താങ്കൾ ചോദിച്ചപ്പോൾ മാത്രമേ അതിനെ അമ്മയെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളൂ. അതിനുശേഷവും അതിന് മുൻപും സംസാരിച്ചിട്ടില്ല. അതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം? ഇല്ലല്ലോ. അമ്മയിൽ ആളില്ല, അമ്മയിൽ ഒരു ഭരണസമിതി ഇല്ല എന്ന് പറഞ്ഞു. അതെ, അത് പറഞ്ഞു. അത് പറഞ്ഞില്ല എന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അത് പറഞ്ഞു. ഭരണസമിതി ഇല്ല എന്ന് അവര് തന്നെ പറഞ്ഞിട്ടുണ്ട്. കത്തിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അവരെ മോശപ്പെടുത്താനാണോ? ഇത് ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കമ്മിറ്റിയിൽ അഡ്വോക്ക് കമ്മിറ്റി വന്നിട്ടുണ്ട്. അതൊക്കെ സംഘടനകളിൽ സ്വാഭാവികമായിട്ടും പറ്റുന്നതാണ്.
അത് ഒരു മോശപ്പെട്ട കാര്യമാണോ? ഒരു സംഘടനയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി അവരൊക്കെ രാജിവെച്ച് അഡ്വോക്കേറ്റ് കമ്മിറ്റി വരുന്നതൊക്കെ എല്ലാ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളിലും ഒക്കെ സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ? അപ്പോൾ അഡ്വോക്കേറ്റ് കമ്മിറ്റി അങ്ങനെ ഒരു താൽക്കാലിക കമ്മിറ്റി ഉണ്ടെന്ന് നിർമ്മാതാക്കളുടെ സംഘടന അംഗീകരിക്കുന്നുണ്ട്. അഡ്വോക്കേറ്റ് കമ്മിറ്റി അംഗീകരിക്കാം. പിന്നെ അഡ്വോക്കേറ്റ് കമ്മിറ്റി ഉണ്ടെന്ന് അവർ പറഞ്ഞു. അവർ നമുക്ക് കത്ത് തന്നിട്ടുണ്ടല്ലോ അഡ്വോക്കേറ്റ് കമ്മിറ്റി. ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇതൊന്നും വൈരാഗ്യപരമായി പറയുന്നതോ ആർഗ്യുമെന്റിന് വേണ്ടിയല്ല ഞാൻ ഈ പറയുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അമ്മയ്ക്ക് ഒരു കത്ത് നൽകി ഞങ്ങൾ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ അവർക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല. കാര്യം അഡ്വോക്കേറ്റ് കമ്മിറ്റിയാണ്. അഡ്വോക്കേറ്റ് കമ്മിറ്റിക്ക് ഒരുപാട് എല്ലാ മറ്റ് കമ്മിറ്റികളുള്ള പവർ ഇല്ല എന്നുള്ളത് ഞങ്ങൾക്കും അറിയാം. അങ്ങനെ പറ്റില്ല എന്ന് അവരെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ. അപ്പൊ പിന്നെ അഡ്വോക്കേറ്റ് കമ്മിറ്റി ഉള്ളവരെ വിളിച്ചൊരു തീരുമാനം എടുക്കുന്ന ഒരു മീറ്റിങ്ങിന് വിളിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ്. വ്യക്തിപരമായി അവരൊക്കെ നമുക്ക് വേണ്ട പല കാര്യങ്ങളും നമ്മളും വേറെ നമ്മുടെ സംഘടനയിലെ വിഷയങ്ങൾ പോലും ഇതിലെ പലരുമായിട്ട് നമ്മൾ ആലോചിക്കാറുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ടല്ലോ അതിനകത്ത്. താങ്കൾക്ക് അറിവുള്ളതാണല്ലോ. അതൊക്കെ സംസാരിക്കും. അല്ലാതെ ഒഫീഷ്യലായിട്ട് അമ്മ എന്ന സംഘടനയെ നമ്മൾ വിളിക്കണ്ട എന്ന് തീരുമാനിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് അവരെ മോശക്കാരാക്കാനോ അതിനകത്ത് അങ്ങനെ ആ രീതിയിലൊരു പക്വതയാകുന്ന ഒരു തീരുമാനം എടുക്കാത്തവരുള്ളത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് ബോധമില്ലെന്നല്ല ഞാൻ പറഞ്ഞു. അവർക്ക് സംഘടനാ കാര്യങ്ങളിൽ ഉള്ള അറിവ് കുറവുണ്ടായിരിക്കും. അതാണ് നമ്മളവരെ വിളിക്കാതിരുന്നത്. അല്ലാതെ അവരെ മോശക്കാരനാക്കാൻ അവരുടെ എല്ലാം വാർത്താ സമ്മേളനം പലതും കാണുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് അവരെ എന്തോ മോശക്കാരാക്കി എന്ന്. എന്ത് മോശക്കാരാക്കി എന്ന് ചോദിച്ചപ്പോൾ അവിടെ ആളില്ലല്ലോ എന്ന് പറഞ്ഞത് അവർ തന്നെ എഴുതി തന്നിട്ടുള്ള കാര്യമാണ്. അഡ്വോക്കേറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ നടത്തിപ്പ് കാര്യങ്ങൾ കൊണ്ടുപോകാനെന്നാണ് ഞാൻ എൻ്റെ ചെറിയ സംഘടനാ പരിചയത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞങ്ങളുടെ സംഘടനയും ഞാൻ വന്നതിന് ശേഷം ഒരു പ്രാവശ്യം ഞാനുള്ള കമ്മിറ്റിയിൽ അഡ്വോക്കേറ്റ് കമ്മിറ്റി വന്നിട്ടുണ്ട്. അന്ന് കാര്യങ്ങൾ എനിക്കറിയാം അതിനെക്കുറിച്ച്. അതുകൊണ്ട് ഞാൻ പറയുന്നു, അത്രയേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് നമ്മളെങ്ങനെയാണ് മോശക്കാരാകുന്നത്? അഡ്വോക്കേറ്റ് കമ്മിറ്റി വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞതാണോ? അവിടെ ആളില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. അല്ലാതെ അമ്മയില് കാര്യങ്ങൾ ഇല്ല എന്നുള്ളതല്ല എന്റെ അർത്ഥം. ആളില്ലാണ് മറ്റൊരു സംഘടന മോശക്കാരാക്കുന്നത്. അല്ല, ആളില്ല എന്ന് പറയുമ്പോഴും അങ്ങനെ പറയുമ്പോൾ വ്യാഖ്യാനങ്ങൾ ആളുകളില്ല എന്നുള്ളത് നാഥനില്ല കളരി എന്ന് മാധ്യമങ്ങൾ കൊടുത്തു എന്നാണ് താങ്കൾ പറയുന്നത്. നാഥനില്ല കളരി എന്ന് പറയുന്ന വാക്ക് ഒന്നും അല്ലെങ്കിൽ അതൊരു ഒരു 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 വേറൊരു രീതിയിലുള്ള വാക്കാണെന്ന് പറയാം. നാഥനില്ല കളരി എന്ന് വെച്ചാൽ തോന്നിയ പോലെ നടക്കുന്നു എന്നൊക്കെ വേണേൽ അതിനെ വ്യാഖ്യാനിക്കാം. അതെ, നേരെ വ്യാഖ്യാനിക്കാം, അല്ലാതെയും വ്യാഖ്യാനിക്കാം. പക്ഷെ ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് അദ്ദേഹം ആ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് ചോദിച്ചത്. അത്തരമൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതെ, നിങ്ങളാണ് അമ്മ സംഘടനയുടെ കാര്യം അവിടെ ഈ വാർത്താ സമ്മേളനത്തിൽ ചോദ്യം ഉന്നയിച്ചത്. നിങ്ങളൊരാളാണ്. താങ്കൾ ചോദിച്ച ചോദ്യത്തിനാണ് മറുപടി പറഞ്ഞത്. ആ മറുപടിയിൽ ഇതുണ്ടോ എന്നുള്ളത് താങ്കൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഇല്ല. പിന്നെ ആരുണ്ടാക്കിയ സൃഷ്ടിയാണ് ഈ നാഥനില്ല കളരി എന്നൊക്കെ പറയുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അമ്മ ഒരു കത്ത് നൽകിയെന്ന് മറുപടി നൽകുന്നുണ്ടോ? അപ്പം നാഥനില്ല കളരി എന്ന് സുരേഷ് കുമാർ പറഞ്ഞിട്ടില്ല എന്ന് അങ്ങനെയെങ്കിലും മറുപടി നൽകുന്നുണ്ടോ? ഇല്ല, അത് ഞാൻ ഒറ്റയ്ക്ക് എടുക്കേണ്ട ഒരു തീരുമാനങ്ങളൊന്നും അല്ലല്ലോ. അങ്ങനെ നാഥനില്ല കളരി അവർ പറഞ്ഞാണ് ഞങ്ങൾ മറുപടി ചെയ്തിട്ടുണ്ട്. അവര് ഇത് ശ്രദ്ധിച്ചിട്ട് വേണം പറയാൻ. ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി വേണം മറുപടി പറയാൻ, അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതനുസരിച്ച് പ്രതികരിക്കുന്നത് തെറ്റായ ഒരു രീതിയാണ്. ഞങ്ങൾ പറഞ്ഞത് അവരത് എല്ലാ ചാനലിലും ഉണ്ട്, യൂട്യൂബുകളിലുണ്ട്, യൂട്യൂബിനകത്ത് കിടപ്പുണ്ട്, ഒരുപാട് ചാനലിന്റെ ഇത് കിടപ്പുണ്ട്. ഏതെങ്കിലും എടുത്തിട്ട് അവർ കാണിക്കട്ടെ, എന്നിട്ട് വേണം പറയാനായിട്ട്, സംസാരിക്കാൻ. വാക്കുകളിലെ വ്യാഖ്യാനങ്ങൾ പല രീതിക്ക് വരുന്നു എന്ന് വ്യാഖ്യാനങ്ങളല്ല, പറഞ്ഞ കാര്യം താങ്കളാണ് ചോദിച്ചത്. താങ്കൾ പറഞ്ഞ മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെ ആളില്ലല്ലോ ഇതിനൊക്കെ മറുപടി പറയാം, അവർ അഡ്വോക്കേറ്റ് കമ്മിറ്റി അല്ലേ എന്നല്ലേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അല്ല, അപ്പോൾ ഞാൻ എടുത്തു ചോദിച്ചാൽ അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ട്, അവർ കുടുംബസംഗമം വരെ നടത്തിയിരുന്നു. നിങ്ങൾക്ക് തരാനുള്ള മനോരമയിൽ തരാനുള്ള പൈസകൾ ഗഡുക്കളാക്കി വാങ്ങിത്തരാനും ഈ അഡ്വോക്കേറ്റ് കമ്മിറ്റിക്ക് പവർ ഉണ്ടായിരുന്നു എന്ന കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നു. മനോരമയിലുള്ള പൈസ വാങ്ങിത്തരാൻ അഡ്വോക്കേറ്റ് കമ്മിറ്റി അല്ല മേടിച്ചു തരാൻ വന്നത്. അഡ്വോക്കേറ്റ് കമ്മിറ്റിക്ക് അതിൽ എഗ്രിമെന്റ് ഇട്ട് അവർ പേയ്മെന്റ് അയച്ചുകൊണ്ടിരിക്കുന്നതാണ്. അല്ലാതെ അഡ്വോക്കേറ്റ് കമ്മിറ്റിയും പോകണ്ട, നമ്മളും പോകണ്ട. അവരുടെ പേയ്മെന്റ് മേടിക്കാത്തത് ഞങ്ങൾ അറിയിച്ചിട്ടാണ് അവർ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മേടിച്ചു കൊടുക്കുന്നല്ല, അവരത് കളക്ട് ചെയ്തില്ല, ഇൻവോയ്സ് കൊടുത്തില്ല, ഞങ്ങളാണ് അവരെ അറിയിച്ചത്. കൊടുത്തിട്ടില്ല എന്നതനുസരിച്ചാണ് കൊടുത്തത്. അതുകൊണ്ട് അത് അങ്ങനെയൊന്നുമുള്ള കാര്യം ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറയാത്ത കാര്യത്തിന് ആവശ്യമില്ലാത്ത പത്രസമ്മേളനവും മറ്റും വിളിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവരാണ്. അല്ലാതെ ഞങ്ങളാരും ഒന്നും പറയാൻ പോയിട്ടില്ല.
നിലവിൽ ആന്റണി പെരുമ്പാവൂരിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു നോട്ടീസ് നൽകണ കാര്യത്തെക്കുറിച്ച് കമ്മിറ്റി തീരുമാനിച്ചില്ല. ആ വാർത്ത അടിസ്ഥാനം ചെയ്താണ് അമ്മയ്ക്ക് കത്തിന് മറുപടി നൽകുന്നതിന് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല തീരുമാനം കൂട്ടായ തീരുമാനത്തിന് ശേഷം ആലോചിക്കും. ഇതാണല്ലോ അല്ലേ? അത്രേ ഉള്ളൂ. നമുക്ക് മറുപടി കൊടുക്കുന്ന കാര്യമൊക്കെ എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.